നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തെങ്ങ് കയറാൻ വരുന്ന ബംഗാളികൾ ഒരു മെഷീൻ ആയിട്ടല്ലേ വരാറ്. അത് തെങ്ങ് കയറുന്ന സാധനമാണ്. എന്നാൽ ഇത് പോസ്റ്റ് കയറാൻ ഉപയോഗിക്കുന്ന മെഷീൻ അല്ല. ടെക്നോളജി ഇത്രയധികം വികസിച്ച ഈ ഒരു കാലത്ത് നമ്മുടെ കവുങ്ങൊക്കെ കയറാനുള്ള മെഷീൻ ആയിട്ടാണ് ചേട്ടൻ ഇവിടെ മിന്നിത്തിളങ്ങുന്നത്. ഇതുകൊണ്ട് എത്രത്തോളം കവുങ്ങൊക്കെ കയറാൻ എഫക്റ്റ് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് പോസ്റ്റിൽ നൈസായിട്ട് കയറി ഇറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അറബികളൊക്കെ എങ്ങനെയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് എന്ന് കുറേ അധികം ആലോചിച്ച് എന്നിട്ടാണ് ഈ ഒരു സംഭവം മനസ്സിലായത്. ഇതിനെ പറയുന്ന പേരാണ് 2 വീൽ ഡ്രൈവ്. ഇത് ഓടിക്കുന്ന ഡ്രൈവർ ഒരൊറ്റ തിരിക്കലാണ്. ആ തിരിയലിൽ 2 ടയർ മാത്രമാണ് വണ്ടിയുടെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കുന്നത്. അതിന് തിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ റാമ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂടുതലായി മോഡിഫൈ ചെയ്ത കാറുകളിലാണ് മാക്സിമം ഈ പരിപാടി ചെയ്യൽ. അല്ലെങ്കിൽ വണ്ടിയൊക്കെ മറിഞ്ഞ് തവിട് പൊടിയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ പ്രാക്ടീസ് നിർബന്ധമായിട്ടും ഈ പരിപാടിക്ക് വേണം. പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവന്മാർ ഈ സ്കില്ല് കൂട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഫയർഫോഴ്സിനെ പൂവിട്ട് പൂജിക്കാനായിട്ട് തോന്നുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ 0 ഹേറ്റേഴ്സ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നമ്മുടെ ഫയർഫോഴ്സ്. രാജസ്ഥാനിൽ ഒരു അപകടം സംഭവിച്ചപ്പോൾ വണ്ടിയൊക്കെ കത്തിക്കരിഞ്ഞ് നശിച്ച് പണ്ടാരം അടങ്ങിയതിന് ശേഷമാണ് ആശാന്മാർ ചില്ലായിട്ട് വണ്ടിയിൽ നിന്ന് പാട്ടൊക്കെ ഇട്ടിട്ട് വരുന്നത്. എന്നിട്ട് അവസാനം വെള്ളം ഒഴിച്ച് അത് അടയ്ക്കാനായിട്ട് ശ്രമിച്ചു. ഇനിയിപ്പോൾ എന്താ ബാക്കിയുള്ളത് അടയ്ക്കാനായിട്ട്? കാരണം അത്രത്തോളം നശിച്ച് പണ്ടാരം അടങ്ങി കഴിഞ്ഞു. നമ്മുടെയൊക്കെ സ്കൂളിലെ പിള്ളേരുടെ സ്കൂൾ ബസ്സൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർ നല്ലവണ്ണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. കാരണം അത്രത്തോളം കുഞ്ഞു പിള്ളേരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ്. അവരാണ് ആ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറുടെ പ്രവൃത്തിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീരെ ഗ്യാപ്പില്ലാത്ത ഒരു ഷെഡ് പോലത്തെ സ്ഥലത്താണ് അദ്ദേഹം ആ വലിയ സ്കൂൾ ബസ് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ് അവിടുത്തെ പിള്ളേർ വരെ.